എല്ലാ SSLC വിദ്യാർത്ഥികൾക്കും ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്രേ ഉള്ളൂ SSLC ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ടിലെ അടുത്ത ടോപ്പിക്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കായ എനർജി കൺവേർഷൻ, ഊർജ്ജ മാറ്റം അല്ലെ ഊർജ്ജ പരിവർത്തനം എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് നമ്മൾ ഈ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് പഠിപ്പിക്കാൻ പോകുന്നത്, പഠിച്ച് തീർക്കാൻ പോകുന്നത്. നിങ്ങൾ ചെയ്യേണ്ട കാര്യത്തിലേ ഉള്ളൂ, ഇതിന് മുൻപുള്ള വീഡിയോസ്, നമ്മുടെ യൂട്യൂബ് ചാനലിൽ വന്ന വീഡിയോസ് നിങ്ങൾ മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, താഴെ ഒരു പ്ലേലിസ്റ്റിന് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ എല്ലാ വീഡിയോസും ഉണ്ടാവും. ആ വീഡിയോസ് നിങ്ങൾ കൃത്യമായിട്ട് കാണണം. ഓൾസോ നിങ്ങൾക്ക് കംപ്ലീറ്റ് കണ്ടന്റ് ആണ് വേണ്ടെങ്കിൽ, അതായത് ഫിസിക്സും കെമിസ്ട്രി, മാത്സും ബയോളജിയും, അതിൽ തന്നെ ഫിസിക്സിലെ എല്ലാ ചാപ്റ്റേഴ്സിലെ എല്ലാ ടോപ്പിക്സും ഇൻക്ലൂഡിങ് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, എക്സാം ഇൻ്റർണൽ സ്റ്റഡി മെറ്റീരിയൽ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണം. പ്രോപ്പറായി പഠിച്ച് ഫുൾ A+ലേക്ക് എത്തണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ SSLC ലക്ഷ്യ ബാച്ചിലെ അഡ്മിഷൻ ഓൺഗോയിങ് ആണ്. വേഗം തന്നെ അഡ്മിഷൻ എടുക്കുക, കാരണം ക്ലാസ്സസ് ഒക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഒരു വർഷത്തെ ഫീസ് 6,000 ആണ്, ഇൻക്ലൂഡിങ് സ്റ്റഡി മെറ്റീരിയൽസ്. താഴെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, റെഡി. നമ്മൾ ടോപ്പിക്കിലേക്ക് കിടക്കാം. എനർജി കൺവേർഷൻ. എന്താണ് ഈ എനർജി കൺവേർഷൻ എന്ന് പറഞ്ഞാൽ? എനർജി ഒരു എനർജീനെ വേറൊരു എനർജി ആക്കുക അല്ലേ? എന്തിനാണ് പഠിക്കേണ്ട ആവശ്യം? നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മുടെ വീട്ടിൽ എന്ത് സാധനം, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ ലൈറ്റ് ഉണ്ട് കുറേ. ആ ലൈറ്റ് ഉള്ളതുകൊണ്ടാണ് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ ലൈറ്റ് ഉണ്ടാവില്ലേ, ബൾബൊക്കെ ഉണ്ടാവില്ലേ? ആ ബൾബ് എന്ത് എനർജിയാണ് നിങ്ങൾക്ക് തരുന്നത്? ലൈറ്റ് അല്ല തരുന്നത്. അതെ, സൗണ്ട് ഒന്നും ഉണ്ടാക്കില്ലല്ലോ, കുറച്ച് സൗണ്ട് ഉണ്ടാക്കില്ല, പക്ഷെ അതല്ല നമുക്ക് വേണ്ടത്. ലൈറ്റാണ് വേണ്ടത്. ആ ലൈറ്റിൽ ബൾബിൽ നിന്ന് എനിക്കിവിടെ കിട്ടുന്നത് എന്താണ്? ലൈറ്റാണ് കിട്ടുന്നത്. ലൈറ്റ് എനർജി, പ്രകാശോർജ്ജം. പക്ഷെ ആ ലൈറ്റ് എനർജി ഫ്രീ ആയിട്ട് കിട്ടുന്നതാണോ? ഞാൻ വെറുതെ ഇങ്ങനെ നോക്കി ആ ലൈറ്റ് വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യും? ഇല്ല. വീട്ടിൽ കറണ്ട് ഉണ്ടാവണം. കറണ്ട് ഇല്ലെങ്കിൽ ഈ പരിപാടി ഒന്നും വർക്ക് ചെയ്യില്ല, ലൈറ്റ് വർക്ക് ചെയ്യില്ല. അപ്പം ഈ കറണ്ട് അഥവാ ഇലക്ട്രിസിറ്റി, വൈദ്യുതി, ആ ഇലക്ട്രിസിറ്റിയിലുള്ള ഒരു എനർജി എടുത്തിട്ടാണ് ഈ ബൾബ് എന്താക്കുന്നത്? അത് ലൈറ്റ് എനർജി ആയിട്ട് പുറത്തേക്ക് വിടുന്നത്. അപ്പോൾ ഈ ബൾബ്, നമ്മുടെ വീട്ടിലെ ബൾബ് എന്താ ബേസിക്കലി ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ എനർജി, KSEBയിൽ നിന്ന് വരുന്ന ഇലക്ട്രിക്കൽ എനർജി എടുത്തിട്ട് ഈ ബൾബ് എന്താക്കുക ചെയ്യുന്നത്? ഈ ബൾബ് എന്താക്കുകയാണ് ചെയ്യുന്നത്? അതിനെ ലൈറ്റ് എനർജി ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. എനർജി കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ? ബൾബിൽ ഇലക്ട്രിക്കൽ എനർജി എടുത്തിട്ട് ഇലക്ട്രിസിറ്റി തന്നെ വീണ്ടും ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്? അല്ല. അതുകൊണ്ട് നമുക്ക് ഗുണമൊന്നുമില്ല. ഇലക്ട്രിക്കൽ എനർജീനെ എടുത്തു, വൈദ്യുതി ഊർജ്ജത്തിനെ എടുത്തു, എന്നിട്ട് ലൈറ്റാക്കി മാറ്റി, പ്രകാശോർജ്ജമാക്കി മാറ്റി. അപ്പോൾ അവിടെ നിന്ന് നടന്നു എനർജി കൺവേർഷൻ നടന്നു. എല്ലാ സാധനവും അങ്ങനെ തന്നെയല്ലേ വർക്ക് ചെയ്യുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ വീട്ടിൽ എന്തും, ഫോർ എക്സാമ്പിൾ അയൺ ബോക്സ് എന്താ ചെയ്യുന്നത്? വീണ്ടും ഇലക്ട്രിസിറ്റി ഇല്ലേ അത് വർക്ക് ചെയ്യുമോ? ഇല്ല. കറണ്ടില്ലേ വർക്ക് ചെയ്യില്ല. അപ്പോൾ ഇലക്ട്രിസിറ്റി വേണം, ഇലക്ട്രിക്കൽ എനർജി വേണം. അത് എടുത്തിട്ട് അവൻ എന്താ ചെയ്യുന്നത്? ലൈറ്റ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അയൺ ബോക്സ് ലൈറ്റ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്? അല്ല. അയൺ ബോക്സ് അതിനെ ഉപയോഗിച്ചിരുന്നാണ് നമ്മുടെ തുണി തേക്കാൻ വേണ്ടിയിട്ട് എന്താണ്? ചൂട് തരും, ഹീറ്റ് തരും. അപ്പം ലൈറ്റ് എനർജിക്ക് പകരം ഹീറ്റ് എനർജിയാണ് അവൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അയൺ ബോക്സ് ആണെങ്കിൽ ഇലക്ട്രിക് എനർജി ഉപയോഗിച്ചിട്ട് ഹീറ്റ് എനർജി ഉണ്ടാക്കുന്നു. അപ്പോൾ അങ്ങനെ ഓരോ ഡിവൈസും നിങ്ങൾ ആലോചിച്ച് നോക്കി, എല്ലാം വർക്ക് ചെയ്യുന്നത് ഒരു എനർജീനെ വേറൊരു എനർജി ആക്കി മാറ്റിക്കൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒരു എനർജീനെ വേറൊരു എനർജിയിലേക്ക് മാറ്റിക്കൊണ്ടാണ് ഈ ലോകത്തുള്ള എല്ലാ സാധനവും വർക്ക് ചെയ്യുന്നത്. ഇനി ഈ ഇലക്ട്രിക്കൽ എനർജി എവിടെ ഉണ്ടായി എന്നൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാം. പല രീതിയിലും ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാക്കാം. ഏറ്റവും കോമൺ ആയിട്ടുള്ള രീതി എന്താണ്? ആ ഡാമിലൊക്കെ വെള്ളം ഇങ്ങനെ ഒഴുക്കി വിട്ടിട്ട് ടർബൈൻ കറക്കി ജനറേറ്റർ വഴിയാണ് ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാക്കുന്ന ഒരു രീതി. അപ്പോൾ അവിടെ ഈ ഇലക്ട്രിക്കൽ എനർജി കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് എനർജിയാണ് ഉപയോഗിക്കപ്പെട്ടത്? വെള്ളത്തിൻ്റെ എന്ത് എനർജി ആയിരിക്കും? കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഇനി വേണം അതൊന്നും ബാക്കോട്ട് നിങ്ങൾക്ക് പോവാം. വെള്ളത്തിന് ആ എനർജി എങ്ങനെ കിട്ടി എന്നൊക്കെ നിങ്ങൾക്ക് ചിന്തിച്ച് വേണം പോവാം. പക്ഷേ തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വരെ നമ്മുടെ കാര്യങ്ങൾ നിർത്താം. എങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചിന്തിക്കാം. ചിന്തിക്കാനൊരു തെറ്റില്ല. ആക്ച്വലി ചിന്തിക്കുകയാണ് വേണ്ടത്. നമുക്ക് പക്ഷേ ഒന്നും പഠിക്കാൻ, നമുക്ക് തൽക്കാലം പഠിക്കാനുള്ളത് ഒരു എനർജി വേറെ എനർജി ആക്കുന്ന പരിപാടിയുള്ളൂ. അതേ പരീക്ഷയിലും ചോദിക്കൂടെ നമുക്കതേ പഠിക്കാനുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ചിന്തിക്കുന്നതിൽ ഒരു ലിമിറ്റും ഇല്ല. ചിന്തിച്ചുകൊണ്ടിരിക്കുക, കമൻറ്റ് ബോക്സിൽ ആൻസർ ഇടുക. ഓക്കെ, നമുക്ക് പഠിക്കാനുള്ള എന്താണ്? നമുക്ക് പഠിക്കാനുള്ള പരിപാടി ഈ ടേബിൾ ഫില്ല് ചെയ്താൽ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ടേബിളാണ്. ഈ ടേബിൾ ഫില്ല് ചെയ്യുന്നതോടെ നമുക്ക് പഠിക്കാനുള്ള പരിപാടി നമ്മൾ തീർക്കും. നോക്കിക്കേ, ഡിവൈസുകളുണ്ട് കുറച്ച് വീട്ടിൽ ഉപയോഗിക്കുന്ന, അതിൻ്റെ യൂസ് ഉണ്ട്. യൂസ് വലിയ ഇമ്പോർട്ടൻ്റ് എന്നല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും നമുക്ക് നോക്കാം. എനർജി ചേഞ്ച് അഥവാ ഊർജ്ജമാറ്റം, ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒരെണ്ണം അവർ ഓൾറെഡി ഫില്ല് ചെയ്ത് നമുക്ക് വായിച്ചു നോക്കാം. അപ്പോൾ ഒരു പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാവും. ഇൻഡക്ഷൻ കുക്കർ. ഇപ്പം എൻ്റെ വീട്ടിലൊന്നും ഇൻഡക്ഷൻ കുക്കർ ഇല്ല, പക്ഷേ നിങ്ങൾ ഇൻഡക്ഷൻ കുക്കർ കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. എന്തിനാണ് ഉപയോഗിക്കുക ഇൻഡക്ഷൻ കുക്കർ? നമുക്ക് സാധാരണ സ്റ്റവ് ഗ്യാസ് ഒന്നും ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഗ്യാസിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമ്മൾ ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കും. ഇൻഡക്ഷൻ കുക്കറിൻ്റെ ഗുണം എന്ന് വെച്ചാൽ ഗ്യാസ് കുറ്റിയൊന്നും വേണ്ട, ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, അത് പ്ലഗ് ചെയ്താൽ മതി, സ്വിച്ച് ഓൺ ആക്കുക, ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് അതെന്ത് ചെയ്യും, ഹീറ്റ് ഉണ്ടാക്കി കുക്ക് ചെയ്യിപ്പിക്കും. ഓക്കെ, ഹീറ്റ് ഉണ്ടാക്കിയല്ല എക്സാക്ട്ലി കുക്ക് ചെയ്യുക. കാരണം നിങ്ങളൊരു ഇൻഡക്ഷൻ കുക്കർ എടുത്തിട്ട് നിങ്ങൾ അതിൻ്റെ മുകളിൽ പോയി കൈ വെച്ച് കൊടുത്താൽ ആക്ച്വലി നിങ്ങൾക്ക് ഹീറ്റ് കിട്ടില്ല. അതിൻ്റെ മുകളിൽ നിങ്ങൾ ഒരു വെസലോ അല്ലെങ്കിൽ എന്തൊരു സാധനം വെച്ചാൽ അത് വെള്ളം തിളയ്ക്കുകയോ അല്ലെങ്കിൽ കുക്കാവുകയുള്ളൂ. അതിന് കാരണം ആക്ച്വലി ജസ്റ്റ് എന്താണ്, വെറും ഹീറ്റ് ഉണ്ടാക്കുകയല്ല, ഡയറക്റ്റ് ഹീറ്റ് ഉണ്ടാക്കുകയല്ല. നിങ്ങൾ പോയി കൈ വിട്ടാൽ അതിന് ആക്ച്വലി ചൂട് ഫീൽ ചെയ്യില്ല. ഇനി അന്ന് വിചാരിച്ചിട്ട് ആടി പോയി കൈ പോയി വെക്കല്ല, അതിൻ്റെ മുകളിൽ ചിലപ്പോൾ ഷോക്ക് അടിക്കാനായി ചാൻസ് ഉണ്ട്. ഓക്കെ, എനിവേ
അതെന്താണ്, എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? അവസാനം ഹീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അത് ഇൻഡയറക്ട്ലി ആണ് കിട്ടുക. അതിൻ്റെ മെക്കാനിക്സ് ഒക്കെ നിങ്ങൾ വേറെ ചാപ്റ്ററിൽ പഠിക്കും. നമ്മൾ ഈ 10ാം ക്ലാസ്സിൽ തന്നെ ഹീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്ത് എനർജിയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്? ഒബ്വിയസ്ലി കറണ്ട് വേണം. നിങ്ങൾ ഞാൻ ആലോചിച്ചാൽ മതി, ഇൻഡക്ഷൻ കുക്കർ വർക്ക് ചെയ്യണ കറണ്ട് വേണം. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജി വേണം. അതിലെന്താക്കി മാറ്റുകയാണ്? അവസാനം വെള്ളം തിളപ്പിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അത് തിളപ്പിക്കും, അല്ലെങ്കിൽ ചൂടാക്കും. അപ്പോൾ അവസാനം കിട്ടുന്നതാണ് ഹീറ്റ് എനർജിയാണ്. അപ്പം വൈദ്യുതി ഊർജ്ജം എന്താക്കി മാറുന്നു മക്കളെ? താപ ഊർജ്ജമായി മാറുന്നു, ഹീറ്റ് എനർജിയായി മാറുന്നു. അപ്പോൾ എനർജി കൺവേർഷൻ പഠിച്ചു. അങ്ങനെയാണ് ഇതിൻ്റെ ഓരോന്നും നിങ്ങൾ ഫില്ല് ചെയ്തേ. ഇലക്ട്രിക് ബൾബ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇലക്ട്രിക് ബൾബ് എന്തിനാണ് നിങ്ങൾ ഉപയോഗിക്കുക? അത് നിങ്ങൾ ഒറ്റയ്ക്ക് ഫില്ല് ചെയ്യുന്നതാണ്. ടു ഗെറ്റ് ഹീറ്റ് ആണോ? അല്ല, ടു ഗെറ്റ് ലൈറ്റ്, പ്രകാശം ലഭിക്കാൻ വേണ്ടിയിട്ട്. എന്ത് എനർജിയാക്കി മാറ്റുന്നു? ബൾബ് വർക്ക് ചെയ്യണേ ഇലക്ട്രിസിറ്റി വേണം. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജിയാണ് വേണ്ടത്. മലയാളത്തിൽ എന്താ? വൈദ്യുതോർജ്ജം. അതെന്താക്കി മാറ്റുകയാണ് ചെയ്യുന്നത്? ബൾബ്, ലൈറ്റ് എനർജി. കോമഡി ക്വസ്റ്റ്യൻ. ഇതൊന്ന് 10ാം ക്ലാസ്സിൽ കുട്ടികൾക്ക് സിമ്പിൾ. പ്രകാശോർജ്ജമായി മാറ്റുന്നു. ഇനി കുറച്ച് ട്രിക്കി ആയിട്ടുള്ള കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് ബാറ്ററി. എന്ത് സ്റ്റോറേജ് ബാറ്ററി? സാധാരണ ബാറ്ററി അല്ലെങ്കിൽ നമ്മുടെ ഫോണിലുള്ള ബാറ്ററി. ഫോണിൽ ബാറ്ററി ഇല്ലേ? പണ്ടൊക്കെ ഫോണിൽ എന്താണ് ബാറ്ററി ഊരെടുക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോഴത്തെ ഫോണിൽ മിക്ക ഫോണിൽ പറ്റില്ല. അപ്പോൾ ഇതിനുള്ളിൽ ബാറ്ററി ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ആ ബാറ്ററി ഇവർ പറയുന്നത് വൈൽ ചാർജിങ്, നമ്മുടെ ഫോൺ ചാർജ് ചെയ്യാൻ കുത്തിട്ടു വിചാരിക്കുക. ഫോൺ ചാർജ് ചെയ്യാൻ കുത്തിട്ടു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? യൂസ് അവിടെ നിൽക്കട്ടെ, നമുക്ക് നോക്കാം. എന്ത് എനർജി കൺവേർഷൻ സംഭവിക്കുന്നത്? ഈ ഫോണിൻ്റെ ഉള്ളിൽ ബാറ്ററി ഉണ്ട്. ആ ബാറ്ററി നമ്മൾ ചാർജ് ചെയ്യാൻ വേണ്ടി കുത്തിട്ടു. ഫോൺ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എന്ത് എനർജിയായി മാറുന്നത്? ആലോചിച്ച് നോക്കി. വീഡിയോ പോസ്റ്റ് ആലോചിച്ച് നോക്കി. ഈ നമ്മൾ കുത്തിയിടുമ്പോൾ ആ പ്ലഗിൽ നിന്ന് എന്താ വരുന്നത്? ഇലക്ട്രിസിറ്റിയാണ് വരുന്നത്. ബാറ്ററിയിലേക്ക് എന്താ ഒഴുകുന്നത്? ഇലക്ട്രിക് കറണ്ടാണ് ഒഴുകുന്നത്. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജിയാണ് ആ ബാറ്ററി സ്വീകരിക്കുന്നത്. തീർച്ചയായിട്ടും ഇലക്ട്രിക്കൽ എനർജിയാണ് ബാറ്ററി സ്വീകരിക്കുന്നത്. എന്നിട്ട് ആ ബാറ്ററി അതിനെ സ്റ്റോർ ചെയ്യാണ്. ആ ഇലക്ട്രിക്കൽ എനർജീനെ ബാറ്ററി എന്താ സ്റ്റോർ ചെയ്യാണ് പിന്നീട് ഉപയോഗിക്കാൻ വേണ്ടി. പിന്നെ നമ്മൾ ചാർജ് ഊരി കഴിയുമ്പോൾ, നമ്മൾ പ്ലഗ് ഊരി കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഫോണിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ആ ബാറ്ററി ഈ ഇലക്ട്രിക്കൽ എനർജീനെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് അല്ലേ? ബാറ്ററി എന്ത് ചെയ്യുന്നു മക്കളെ? ഈ പ്ലഗ് കുത്തി കഴിഞ്ഞിട്ട് ആ പ്ലഗിൽ നിന്ന് കറണ്ട് എടുത്തിട്ട് ഇലക്ട്രിസിറ്റി എടുത്തിട്ട് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി എടുത്ത് ബാറ്ററി സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. എന്തിൻ്റെ രൂപത്തിലാണ്, എന്ത് എനർജി ആയിട്ടാണ് ബാറ്ററി അത് സ്റ്റോർ ചെയ്ത് വെക്കുക? ബാറ്ററീൻ്റെ ഉള്ളിൽ അത് ആ ഇലക്ട്രിസിറ്റി എന്ത് രൂപത്തിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുക? ഹീറ്റാണോ, ലൈറ്റാണോ, വേറൊന്നോ ആണോ? ബാറ്ററീൻ്റെ ഉള്ളിൽ കെമിക്കൽ എനർജി അഥവാ രാസോർജ്ജമായിട്ടാണ് ഈ ഇലക്ട്രിക്കൽ എനർജി സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പോൾ കെമിക്കൽ എനർജി എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിക്കും. ഇലക്ട്രോഡ് ഉണ്ടാവും, പിന്നെ ഇലക്ട്രോലൈറ്റൊക്കെ ഉണ്ടാവും, നിങ്ങൾ പഠിക്കും. ഓക്കെ, അല്ല ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും, എനിക്കറിയില്ല, നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്താണ്? ഒരു കെമിക്കൽ എനർജിയുടെ രൂപത്തിലാണ് ഈ ഇലക്ട്രിക്കൽ എനർജി സ്റ്റോർ ചെയ്ത് വെക്കുക. ഇതിൻ്റെ ഉള്ളിൽ, ബാറ്ററീൻ്റെ ഉള്ളിൽ. ഓക്കെ, അപ്പോൾ ചാർജ് ചെയ്യുന്ന സമയത്ത് എനർജി കൺവേർഷൻ എന്താ, ഊർജ്ജമാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷയിൽ എപ്പോഴും ചോദിക്കുന്നതാണത്. ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി രാസോർജ്ജമായി മാറ്റുന്നു. ഇതാണ് നിങ്ങൾ പറയേണ്ടത്. ക്ലിയർ? ഇനി മിക്സിയുടെ കേസിലോ? മിക്സി മാത്രമല്ല, ഫാന്, വാഷിംഗ് മെഷീൻ, എല്ലാത്തിലും എന്താണ് മക്കളെ സംഭവിക്കുന്നത്? ഒരു കാര്യം കോമൺ ആണ്. ഇവരൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി വേണം അല്ലേ? സ്വിച്ച് ഓൺ ഒക്കെ വർക്ക് ചെയ്യോ? ഇല്ല. കറണ്ട് ഇല്ലാണ്ട് വർക്ക് ചെയ്യോ? ഇല്ല. പവർ കട്ടുള്ളപ്പോൾ വർക്ക് ചെയ്യോ? ഇല്ല. സാർ ഇൻവേർട്ടർ എന്ന് പറഞ്ഞാൽ ബേസിക് ഇലക്ട്രിസിറ്റിയിലുണ്ടല്ലേ? അപ്പോൾ അത് വേണം. പക്ഷേ ഇത് ഉപയോഗിച്ചിട്ട് ലൈറ്റ് ഉണ്ടാക്കുന്നുണ്ടോ മിക്സി? ഇല്ല. ഹീറ്റ് ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല. മിക്സി കുറച്ച് ഹീറ്റ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അതിനാണോ നിങ്ങളത് വാങ്ങിയത്? മിക്സി പോയി കടയിൽ നിന്ന് വാങ്ങിച്ചത് ചൂട് കിട്ടാൻ വേണ്ടിയിട്ടാണോ? തുണി തേക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല. എന്തിനാണ്? മിക്സി കറങ്ങാൻ വേണ്ടിയിട്ട്, ഫാനും കറങ്ങാൻ വേണ്ടിയിട്ട്, വാഷിംഗ് മെഷീനും കറങ്ങാൻ വേണ്ടിയിട്ട് അല്ലേ? മോട്ടർ, V-ഗാർഡിൻ്റെ മോട്ടർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ മോട്ടറും കറങ്ങാൻ വേണ്ടിയിട്ട്. എന്തോ ഇതിൻ്റെ കറങ്ങും അല്ലേ? എന്തൊരു മോട്ടറാണ് കറങ്ങും, കറങ്ങിയിട്ട് എന്തൊക്കെ ചെയ്യും മോട്ടോ, അത് വിഷയമുള്ള കാര്യമില്ല, കറങ്ങാൻ വേണ്ടിയിട്ട് അല്ലേ? അപ്പോൾ ഇവിടെ ഒക്കെ കറങ്ങുന്നുണ്ട്. വ്യത്യാസം എന്താണ്? മിക്സിയിൽ നമ്മൾ ബ്ലേഡ് ഫിറ്റ് ചെയ്യുന്നു, ആ ബ്ലേഡാണ് കറങ്ങാൻ വേണ്ടിയിട്ട് സാധനം മുറിക്കും. പൈനാപ്പിൾ ഇട്ട് കൊടുത്താൽ പൈനാപ്പിൾ മുറിച്ച് കഷ്ണാക്കി തരും. ഫാൻ എന്താണ്? ഫാനിൻ്റെ ഭയങ്കര ഷാർപ്പല്ലാത്ത ബ്ലേഡ് വെക്കും. ഓക്കെ, കൈ മുറിയാത്ത രീതിയിൽ, കൈ തൊട്ടാലും മുറിയാൻ പാടില്ല. വാഷിംഗ് മെഷീൻ എന്താണ്? അതിനേക്കാളും സോഫ്റ്റ് ആയിട്ട് തുണിയൊക്കെ എങ്ങനെ ഇട്ട് കറക്കാൻ വേണ്ടിയുള്ള ബ്ലേഡ് വെക്കും. അത്രേ വ്യത്യാസമുള്ളൂ. പക്ഷേ എല്ലാത്തിലും എന്താണ്? കറങ്ങുന്ന ഒരു സാധനം ഉണ്ടാവും. അപ്പോൾ ബേസിക്കലി എന്താണ്? ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് കറങ്ങുകയാണ് ചെയ്യുന്നത്. 3 പേരിലും അല്ല 4 പേരിലും കറങ്ങുകയാണ് ചെയ്യുന്നത്. ഈ കറങ്ങുന്ന എന്ത് എനർജി എന്ന് വിളിക്കുക? ലൈറ്റ് എനർജി എന്ന് വിളിക്കാൻ പറ്റില്ല, ഹീറ്റ് എനർജി എന്ന് വിളിക്കാൻ പറ്റില്ല, പിന്നെ എന്താ കെമിക്കൽ എനർജി എന്ന് വിളിക്കാൻ പറ്റില്ല. ഈ കറങ്ങുന്ന എനർജി നമ്മൾ വിളിക്കും മെക്കാനിക്കൽ എനർജി, യാന്ത്രികോർജ്ജം എന്ന് വിളിക്കും. മലയാളത്തിൽ പറയും, എഴുതി വെക്കുക നോട്ട്ബുക്കിൽ, യാന്ത്രികോർജ്ജം, യന്ത്രമായിട്ട് ബന്ധപ്പെട്ടില്ലേ, മെക്കാനിക്കൽ എനർജി. ഇപ്പോൾ മോഷൻ വഴി ഉണ്ടാകുന്ന എനർജിയെ നമ്മൾ കൈനറ്റിക് എനർജി എന്ന് വിളിക്കുന്നത് തെറ്റില്ല. പക്ഷേ കുറച്ചുകൂടി ജനറലായിട്ട് നമ്മൾ പറയും മെക്കാനിക്കൽ എനർജി എന്ന് വിളിക്കും, യാന്ത്രികോർജ്ജം. ക്ലിയർ ആണല്ലോ? സെറ്റ്.
അപ്പോൾ ഇവരൊക്കെ സെയിം ആണ് എനർജി കൺവേർഷൻ. ഈ ലാസ്റ്റ് ഒരെണ്ണം കൂടി നമുക്ക് പഠിക്കാം. സ്റ്റോറേജ് ബാറ്ററി വൈൽ ചാർജിങ്ങേ അവർ ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇതേ സ്റ്റോറേജ് ബാറ്ററി SB എന്ന് പറഞ്ഞാൽ സ്റ്റോറേജ് ബാറ്ററി വൈൽ യൂസിങ്, അതേ സ്റ്റോറേജ് ബാറ്ററി നിങ്ങൾ ചാർജ് ചെയ്യുമ്പോൾ അതാണ് എനർജി കൺവേർഷൻ. നിങ്ങൾ ചാർജ് ചെയ്യുന്നില്ല, നിങ്ങൾ പ്ലഗ് ഊരി, ഫോണ് നിങ്ങൾ ചാർജർ ഊരി, എന്നിട്ട് നിങ്ങൾ ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ യൂട്യൂബ് നോക്കിക്കൊണ്ടിരിക്കുക, നിങ്ങൾ ഫോൺ ആക്ച്വലി ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എന്ത് എനർജി കൺവേർഷൻ നടക്കുന്നത്? ഫോണ് ഡയറക്റ്റ് ഇലക്ട്രിസിറ്റി കിട്ടുന്നുണ്ടോ? ഇല്ല. ഡയറക്റ്റ് ഇലക്ട്രിസിറ്റി കിട്ടണം, നിങ്ങൾ പ്ലഗ് ചെയ്യണം, അപ്പോൾ അത് കിട്ടുന്നില്ല. പക്ഷെ എന്താ സംഭവിക്കുന്നത്? എങ്ങനെയാണ് ഫോണിൽ കുറേ ഇലക്ട്രോണിക് കമ്പോണൻസ് ഉണ്ട്, ട്രാൻസിസ്റ്റർ, ഡയോഡ്സ് കുറേ ഉണ്ട്. അപ്പോൾ അതൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടി ഇലക്ട്രിസിറ്റി ആവശ്യമാണ്. ഫോണിൻ്റെ ഉള്ളിൽ കുറേ കറണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവസാനം എന്താണ് ഫോണിന് ആവശ്യം? ഇലക്ട്രിക്കൽ എനർജി വേണം. ഫോണിൻ്റെ ഉള്ളിൽ കുറേ പ്രോസസ്സ് നടക്കാൻ വേണ്ടി. ഇപ്പം നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങളൊരു പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് പോസ്റ്റ് ക്ലിക്ക് കഴിഞ്ഞാൽ, നിങ്ങൾ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഇലക്ട്രോണിക് പ്രോസസ്സാണ് അതിനുള്ളിൽ നടക്കുന്നത്. അപ്പോൾ അതിന് ഇലക്ട്രിക്കൽ എനർജി ആവശ്യമാണ്. പക്ഷേ അത് എവിടെ നിന്നാണ് കിട്ടുന്നത്? നേരത്തെ ആ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ കെമിക്കൽ എനർജി ഇല്ലേ, ആ കെമിക്കൽ എനർജി നിന്നാണ് കിട്ടുന്നത്. ബാറ്ററിയിൽ നിങ്ങൾ എന്തോ സ്റ്റോർ ചെയ്ത് വെച്ചില്ലേ ചാർജ് സമയത്ത്, അതെന്താ കെമിക്കൽ എനർജി. ആ കെമിക്കൽ എനർജി എന്തായിട്ട് യൂസ് ചെയ്യപ്പെടും? ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ഞെക്കുമ്പോൾ ആ പോസ്റ്റ് ഞെക്കാൻ വേണ്ടി ക്യാരി ഔട്ട് ചെയ്യേണ്ട ഒരു പ്രോസസ്സ് ഉണ്ടാവില്ലേ, ഇറ്റ് ഈസ് എൻ ഇലക്ട്രോണിക് പ്രോസസ്സ്. ആ ഇലക്ട്രോണിക് പ്രോസസ്സിന് വേണ്ടിയുള്ള ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റപ്പെടുകയും ചെയ്യും, അല്ലെങ്കിൽ ആ മാറ്റം സംഭവിക്കും. മനസ്സിലാവുണ്ടല്ലോ. അപ്പോൾ സ്റ്റോറേജ് ബാറ്ററിക്ക് 2 സിനാരിയോസ് ഉണ്ട്. എക്സാമിൽ അവർ ഇത് കുറച്ച് കൺഫ്യൂസിങ് ആയതുകൊണ്ട് തന്നെ അവർ എടുത്ത് ചോദിക്കുകയും ചെയ്യും. സ്റ്റോറേജ് ബാറ്ററി വൈൽ ചാർജിങ് ഇലക്ട്രിക് എനർജി കെമിക്കൽ എനർജിയായി മാറ്റുന്നു. സ്റ്റോറേജ് ബാറ്ററി വൈൽ യൂസിങ് എന്തായി മാറും? കെമിക്കൽ എനർജി. സ്റ്റോർ ചെയ്ത കെമിക്കൽ എനർജി വീണ്ടും ഇലക്ട്രിക് എനർജി, ആ ഫോണിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ഇലക്ട്രിക് എനർജിയായി മാറും, കറണ്ടായി മാറും. അത്രേ ഉള്ളൂ ബേസിക്കലി. അപ്പോൾ ഇത്രയും എനർജി കൺവേർഷൻസ് ആണ് ബേസിക് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഈ ഒരു ചാപ്റ്ററിൽ. ഇനി വരുന്ന ചാപ്റ്ററിൽ നമുക്ക് ഇനി എനർജി ഓരോ ഡിവൈസുകളുടെ മൂവിങ് കോയിൽ, ലൗഡ് സ്പീക്കർ, മൂവിങ് കോയിൽ, നമ്മുടെ മൈക്രോഫോൺ ഉണ്ട്, അങ്ങനെ ഓരോ ഡിവൈസുകളുണ്ട്. അതിൻ്റെ എനർജി കൺവേർഷൻസ് അതേതായ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും. ആ ചാപ്റ്ററിൽ ആ ഡിവൈസ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ പക്ഷേ അടിസ്ഥാനപരമായി എക്സാമിൽ ചോദിക്കാൻ വന്ന എനർജി കൺവേർഷൻസ് ഡിവൈസസ് ആണ്. നിങ്ങളുടെ ഹോംവർക്ക് എന്താ വെച്ചാൽ ഇതൊക്കെ ഫില്ല് ചെയ്ത് സിമ്പിളാണ്. സ്റ്റോറേജ് ബാറ്ററി എന്തിനാണ്? ടു സ്റ്റോർ ഇലക്ട്രിസിറ്റി. ഇതെന്തിനാണ് ഉപയോഗിക്കുക? ടു റൊട്ടേറ്റ് മിക്സി, അല്ല ടു എന്താണ് കട്ട് ഡൗൺ പൈനാപ്പിൾസ്. അത് ഡസൻ മാറ്റർ, ബേസിക്കലി ടു റൊട്ടേറ്റ് ആണ്. മിക്സി എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? കറങ്ങാൻ വേണ്ടി. ആ കറങ്ങുന്നത് നിങ്ങൾക്ക് പൈനാപ്പിൾ മുറിക്കാൻ വേണ്ടി കറങ്ങാം, അല്ലെങ്കിൽ ശാരദ ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടി കറങ്ങാം. പക്ഷേ ടു റൊട്ടേറ്റ് ബേസിക്കലി. ഇതെന്തിനാണ്? സ്റ്റോറേജ് ബാറ്ററി വൈൽ യൂസിങ് എന്നാണ് ടു യൂസ് ഫോൺ, അല്ലെ വോട്ടെവർ. അതിൽ അർത്ഥമില്ല, ഇത് എക്സാമിന് ചോദിക്കൂല, അത് വിഷയമുള്ള കാര്യമല്ല, കോമൺ സെൻസിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് അറിയാം, ഇതാണ് നിങ്ങളോട് ചോദിപ്പിക്കും, ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ട, ഇതാണ് നമ്മൾ പഠിച്ചത്. ഇത് പഠിക്കേണ്ട ആവശ്യമില്ല, ഇത് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സാധനം, ഇതാണ് നമുക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇത് സാധനം മനസ്സിലായി വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഒരു ഹോംവർക്കും കൂടി തരാം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക AC ജനറേറ്റർ. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു കറണ്ട് ഉണ്ടാക്കുന്നത് നമ്മൾ പൊതുവെ എവിടെയാണ്? ഡാമുകളിലൊക്കെ ആ പവർ സ്റ്റേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. പേരിലൊന്നും കാര്യമൊന്നുമില്ല. ബേസിക്കലി എന്താണ്? വെള്ളം വരുന്നു, ഡാമിൽ ഹൈറ്റിൽ വെള്ളം സ്റ്റോർ ചെയ്യപ്പെടുന്നു, അത് ഒഴുക്കി വിടുന്നു. പെട്ടെന്ന് ഒഴുക്കി വിടുമ്പോൾ വെള്ളം ഭയങ്കര ഫോഴ്സിലാണ് വരിക, അതൊരു ടർബൈനെ കറക്കുന്നു. ടർബൈൻ കറങ്ങിക്കഴിഞ്ഞാൽ, ഈ ടർബൈൻ എവിടെയുള്ളത്? AC ജനറേറ്ററിലാണുള്ളത്. അപ്പോൾ ടർബൈൻ കറങ്ങുന്നതോടൊപ്പം എന്തുണ്ടാവുന്നു? പുറത്തേക്ക് ഒരു എനർജി വരുന്നു. ഓക്കെ, ഇവിടെ എന്ത് എനർജി കൺവേർഷനാണ്? അതായത് AC ജനറേറ്ററിലേക്ക് എന്ത് എനർജി വരുന്നു, പുറത്തേക്ക് എന്ത് എനർജി കിട്ടുന്നു എന്നുള്ള കാര്യം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ചിന്തിക്കുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ മക്കളെ ഈ ടോപ്പിക്ക് എനർജി കൺവേർഷൻ, ഊർജ്ജ പരിവർത്തനം എന്ന് പറഞ്ഞ ടോപ്പിക്ക് 100% നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു, നിങ്ങൾ ക്ലിയർ ആണ്, ധൈര്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ചാപ്റ്ററിൽ മുന്നോട്ട് പോകും. അത്രമാത്രമേ പറയാനുള്ളൂ. ഇതുപോലത്തെ വീഡിയോസ് ഇനിയും ഓരോ ചാപ്റ്ററിൻ്റെ പ്രോപ്പർ കണ്ടന്റ് വിത്ത് ക്വസ്റ്റ്യൻസ്, വിത്ത് PYQ എല്ലാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 10ാം ക്ലാസ്സിൽ ഫുൾ A+ എക്സാമിനറിനോടൊപ്പം പഠിച്ച് വാങ്ങിയെടുക്കണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ വേഗം തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യാം മക്കളെ. നിങ്ങൾ എത്രത്തോളം ലേറ്റ് ആകുന്നു അത്രത്തോളം ക്ലാസ്സുകൾ നിങ്ങൾ മിസ്സാകും, ഫീസ് മാറാനും പോകുന്നില്ല. അതുകൊണ്ട് വേഗം തന്നെ എന്ത് ചെയ്യുക, ബാച്ചിൽ അഡ്മിഷൻ എടുക്കുക, സ്റ്റഡി മീറ്റിലൊക്കെ വാങ്ങിച്ചെന്ത് ചെയ്യുക, പഠിക്കാൻ തുടങ്ങുക, A+ ടാർഗറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. അത്രമാത്രമേ പറയാനുള്ളൂ. ബൈ ബൈ, ടേക്ക് കെയർ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.